തോൽക്കയില്ല, തോൽക്കുവാനോ മനസ്സില്ല, തോറ്റുവെങ്കിൽ തോറ്റുകാലം. തോൽക്കാത്തൊരു നേതാവാണ് VS അച്യുതാനന്ദൻ. ചരിത്രമേൽപ്പിക്കുന്ന വാക്കുകൾ പാടി നാം എന്നും VSനെ ഓർക്കും. ഒരു ശതകം ഇവിടെ വിട ചൊല്ലി മറയുകയാണ്. VS അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ നേതാവ് കേരളത്തിന് ആരായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ കരുനാഗപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. വിലാപയാത്ര നേരം വെളുത്തു തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ വൈകിട്ട് 6 മണി മുതൽ കാത്തു നിൽക്കുകയാണ് അവിടെ ഓരോരുത്തരും. ഇപ്പോൾ 12 മണിക്കൂറിലധികമായിരിക്കുന്നു. അപ്പോഴും തളരാത്ത സമരവീര്യവുമായി എന്നും തളരാതെ നടന്ന VS അച്യുതാനന്ദനെ വഴിനീളെ കാത്തു നിൽക്കുന്നവരെയാണ് നമ്മൾ കാണുന്നത്. കരുനാഗപ്പള്ളിയിലെ ജനസഞ്ചയമാണിത്. VS അച്യുതാനന്ദന് കണ്ഠമിടറി സഖാക്കളിതാ മുദ്രാവാക്യം വിളിക്കുകയാണ്. കണ്ണേ കരളേ VS ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവേ, ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാവേ എന്ന വിളികളാണ് നമ്മൾ രാത്രി മുഴുവനും കണ്ടത്. ജനഹൃദയങ്ങളിലൂടെ മടങ്ങുകയാണ് VS. മഴ തടഞ്ഞിട്ടില്ല, കാത്തിരിപ്പൊരിക്കലും അവരെ ഉലച്ചിട്ടില്ല. പക്ഷേ കണ്ണീർ തോർന്നിട്ടില്ല എന്നതാണ്. കണ്ണീർ തോരാതെ VSനെ കാത്തിരിക്കുകയാണ് ആബാലവൃദ്ധം ജനങ്ങളും. കൊച്ചുകുഞ്ഞുങ്ങൾ മുതൽ വയോധികർ വരെ നൂറ്റാണ്ടിന്റെ സമരനായകന് വിട നൽകാൻ കാത്തു നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങളുടെ പ്രതീകമായിരുന്നു VS അച്യുതാനന്ദൻ. VS മറ്റൊരു ചരിത്രം കൂടിയാവുകയാണ്. ജനമനസ്സുകൾ ജയിച്ചുകൊണ്ട് അദ്ദേഹം മടങ്ങുകയാണ്. മുദ്രാവാക്യങ്ങൾക്ക് നടുവിലൂടെ, പാതയോരത്തെ ആൾക്കടലിന് നടുവിലൂടെ VS അച്യുതാനന്ദൻ കേരളത്തിന്റെ അതികായനായ രാഷ്ട്രീയ നേതാവിത അണമുറിയാത്ത ജനപ്രവാഹത്തിനിടയിലൂടെ ഇന്ത്യ യാത്രയിലാണ്. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ തുടങ്ങിയതാണ് VSന്റെ പോരാട്ടം. തന്റെ രാഷ്ട്രീയ ജീവിതം അന്നേ തുടങ്ങിയതാണ് VS അച്യുതാനന്ദൻ. 18-ാം വയസ്സിൽ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു രാഷ്ട്രീയ ഭൂമികയിലേക്ക് VS ചുവടുവെക്കുന്നത്. P കൃഷ്ണപിള്ള എന്ന ധീരസഖാവായിരുന്നു VSന്റെ എന്നത്തെയും മാതൃക. AKG പോലെയാകാൻ കൊതിച്ചയാളായിരുന്നു VS അച്യുതാനന്ദൻ. തന്റെ മാതൃകയായി AKG അദ്ദേഹം പലപ്പോഴും പറയുകയും ചെയ്തിട്ടുണ്ട്. VS എന്ന വർഗസമര നായകനെ കേരളം ഓർത്തോർത്ത് പോവുകയാണ്. ചൂഷണത്തിനെതിരെ സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിച്ച കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു VS അച്യുതാനന്ദൻ. VS അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് രാഷ്ട്രീയ എതിരാളികൾ പറയുമ്പോൾ നമ്മളത് തിരുത്തണം. കാരണം VS പകർത്തിവെച്ച ജ്വാല അത് വരും തലമുറകളിലേക്കും അത് പടരുമെന്ന് ഉറപ്പു തന്നെയാണ്. ജനങ്ങൾക്ക് വേണ്ടി പകരം വെക്കാനില്ലാത്ത പ്രതിപക്ഷമായി മാറിയ ഒറ്റയാൾ പോരാട്ടം നടത്തിയയാളാണ് VS അച്യുതാനന്ദൻ. അടിസ്ഥാന വർഗ പോരാട്ടങ്ങൾക്ക് കരുത്തു പകരാൻ കേരളത്തിൽ എവിടെയും VS ഓടിയെത്തി. വലുതെന്നോ ചെറുതെന്നോ ഇല്ലാത്ത സമരങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും ചെയ്തു. ഒരാശങ്കയും ഇല്ലാതെ VS കടന്നു വരുമായിരുന്നു അത്തരം സമരഭൂമികകളിലേക്ക്. നമ്മുടെ ഇടയിൽ ജീവിച്ചിരിപ്പുണ്ട് VS എന്നതൊരു ബലമായിരുന്നു. അതാണ് ഇല്ലാതായത്. ചരിത്രത്തിന് മരണമില്ലാതെ രചിച്ചവർക്ക് നമ്മൾ പറയുന്നു. VS എന്ന ചരിത്ര പുരുഷൻ ഒരിക്കലും മായാത്ത ഓർമ്മയാവുകയാണ്. VS ഒരു മഹാചരിത്രം തന്നെയാണ്. ഒരു നൂറ്റാണ്ടിന്റെ അനിഷേധ്യ രാഷ്ട്രീയ സാന്നിധ്യമായ VS അച്യുതാനന്ദൻ വിടവാങ്ങുമ്പോൾ അതൊരു വലിയ അനാഥത്വമാണ് രാഷ്ട്രീയ കേരളത്തിനുണ്ടാക്കുന്നത്. ആ കമ്മ്യൂണിസ്റ്റുകാരന്റെ ആവേശോജ്വലമായ ജീവിത സമരം, അതിന്റെ ഓർമ്മകൾ തന്നെയാണ് നമുക്ക് കരുത്തു പകരാനുണ്ടാവുക. കണ്ഠമിടറി ആരും വിളിച്ചു പോവുകയാണ്. പോരാട്ടത്തിൻ പന്ഥാവുകളിൽ ഞങ്ങളെ ആകെ നയിച്ച സഖാവേ, ആരു പറഞ്ഞു മരിക്കുന്ന ജീവിക്കുന്നു ഞങ്ങളിലൂടെ. VS അച്യുതാനന്ദന്റെ ഓർമ്മകൾ ഓരോ പാർട്ടി പ്രവർത്തകരുടെയും അത് തലമുറകളിലൂടെ കൈമാറ്റം ചെയ്തു പോകും. ഇന്നിപ്പോൾ അല്ലെങ്കിൽ ഇന്നലെ രാത്രിയിൽ പലയിടങ്ങളിലായി VSനെ കാത്തുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ടു. അവർക്ക് പലർക്കും VSനെ അറിയില്ലായിരുന്നു. അപ്പൂപ്പനോ അമ്മൂമ്മയോ അച്ഛനോ അമ്മയോ പറഞ്ഞു കൊടുത്തപ്പോൾ മാത്രമേ VSനെ കുറിച്ച് അവർക്കുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും അവർ കാത്തുനിന്നു VS അച്യുതാനന്ദൻ. പ്രായത്തെയും പോലെ കാലത്തെയും തോൽപ്പിച്ച നേതാവാണ് VS. 3 തലമുറകളുടെ പോരാട്ട വീര്യമായിരുന്നു ആ അപൂർവജനം. സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് VS 6 വർഷമായെങ്കിലും ഒരു തലമുറ
തലമുറയ്ക്ക് ഇപ്പോഴും ആ പോരാളി ഒരു പോരാട്ട വീര്യമാകുന്നു. പറഞ്ഞു കേട്ട സമരകഥകളിലെ നേതാവിനെ അവസാനമായി ഒരു നോക്കെങ്കിലും കാണാൻ ആ വഴികളിലുടനീളം റോസാപ്പൂക്കളുമായി കുഞ്ഞുങ്ങൾ കാത്തുനിൽക്കുന്നത് കണ്ടു. രാഷ്ട്രീയം കൊണ്ടല്ല, സ്നേഹം കൊണ്ടാണ് VS എന്ന നേതാവ് കാലത്തെ ജയിച്ചത്. അതുകൊണ്ടാണ് തലമുറകൾ വഴിതെറ്റാതെ VSന് പിന്നിൽ വരിവരിയായി നടക്കുന്നത്. വളർന്നു വരുന്ന തലമുറയ്ക്ക് പാഠവും പാഠഭേദവുമാണ് ഈ ജീവിതം. എക്കാലവും വിദ്യാർത്ഥികൾക്ക് പോരാട്ട വീര്യവുമായിരുന്നു VS. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഓരോരുത്തരായിരുന്നു നമ്മൾ ഓർത്തെടുക്കുന്നതും കണ്ടു. ആ VS എന്ന നേതാവ് തെളിച്ച വെളിച്ചം എക്കാലവും മലയാളിയെ വഴി നടത്തുമെന്നതിന് സാക്ഷ്യം കൂടിയായിരുന്നു വഴിനീളെ നമ്മൾ കണ്ട ആ കുഞ്ഞുങ്ങളൊക്കെ തന്നെയും. VS അച്യുതാനന്ദൻ എന്ന നേതാവിനെ നെഞ്ചോട് ചേർക്കുകയാണ് രാഷ്ട്രീയ കേരളം. എന്നും ചരിത്രം സൃഷ്ടിച്ച VSനായി ആൾക്കൂട്ടം സൃഷ്ടിക്കുന്നത് മറ്റൊരു ചരിത്രവുമാണ്. തീയിൽ തളിർത്ത് വരും നാം പാടവൻ, തോക്കിൻ മുനത്തുമ്പിൽ തോൽക്കാത്തവൻ, സകലമാലോകൻ ഒന്നാകെ ചേരും പിന്നോരം പാറുന്നു ഈ ചെങ്കൊടി. അഭിലാഷ് ഇപ്പോൾ കരുനാഗപ്പള്ളിയാണ്, അടുത്തത് ഓച്ചിറയാണ്. പിന്നീട് അങ്ങോട്ട് VSന്റെ സമരഭൂമികയിലേക്കാണ് വിലാപയാത്ര എത്തുക. അല്പം വേഗം കൂടിയിട്ടുണ്ടോ? കാരണം നേരം വെളുത്തു തുടങ്ങിയിരിക്കുന്നു. എത്രയും വേഗം ആലപ്പുഴയിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണല്ലോ. തൊഴിലാളിതൻ ജനമനസ്സിലമരനിവനാ. തീയിൽ തളിർത്ത് വരും നാം പാടവൻ, തോക്കിൻ മുനത്തുമ്പിൽ തോൽക്കാത്തവൻ, സകലമാലോകൻ ഒന്നാകെ ചേരും പിന്നോരം പാറുന്നു ഈ ചെങ്കൊടി. അവിടെയും കുറെ കൂടി സമയമെടുക്കാനുള്ള സാധ്യതയാണ്. ഏതാണ്ട് 60 കിലോമീറ്ററോളം ദൂരം ഇനിയുമുണ്ട് വീട്ടിലേക്ക്. അത്രയും ദൂരം കടക്കണമെങ്കിൽ ഏതാണ്ട് 3-4 മണിക്കൂറുകൾ കൂടി വേണ്ടി വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ചരിത്രമാണ്. ആ ചരിത്രത്തിലെ സുവർണ ലിപികളിലിരുന്ന അവസാന അധ്യായമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ്. കാരണം ഇത്തരത്തിലേറെ ജനപ്രിയനായ ഒരു നേതാവിൻ്റെ അന്ത്യയാത്രയാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൂടി ജനങ്ങൾ ഏറ്റെടുത്തോടുകൂടി വലിയ തരത്തിലൊരു ചരിത്ര പുസ്തകത്തിൻ്റെ അന്ത്യാധ്യായം എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. കാരണം VS ഏറ്റെടുത്തിരിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് പ്രധാനമായും VSന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഇപ്പോൾ എത്തുന്നത് എന്നുള്ളതാണ്. കാരണം ഒരു നോക്ക് കണ്ട് അദ്ദേഹം കണ്ണേ കരളെ VS എന്ന് വിളിച്ചുകൊണ്ട് തൊണ്ട കീറുമാർ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഒരു നീക്കമാണ് ഇപ്പോൾ അദ്ദേഹത്തിനോട് സ്നേഹിക്കുന്ന ആളുകളുടെ ഭാഗത്തുണ്ടാകുന്നത്. അതിൻ്റെ നീക്കങ്ങളാണ് പല ഭാഗങ്ങളിലും നമ്മൾ കണ്ടത്. തിരുവനന്തപുരം മുതൽ കൊല്ലം വരെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടു. ഇനി ആലപ്പുഴ ജില്ലയിലേക്ക് എത്തുമ്പോൾ അത് ഏത് രീതിയിലേക്കായിരിക്കും അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് എത്തുക എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. പ്രധാനമായും ഉത്തര കേരളത്തിൽ നിന്നടക്കമുള്ള അദ്ദേഹത്തിൻ്റെ ആരാധകരും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അണികളുമൊക്കെ എത്തേണ്ടതുണ്ട്, എത്തുകയും ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നായി ആലപ്പുഴ ജില്ലയിലെ പല ഭാഗങ്ങളിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ നിശ്ചയിച്ചിരുന്ന സമയക്രമങ്ങൾ ആകെ പാളിപ്പോവുകയോ അല്ലെങ്കിൽ തെറ്റുകയോ ചെയ്തിരിക്കുന്നു. കാരണം ഇത്രയേറെ ആളുകളെ ഒരു പ്രാവശ്യം പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 6 വർഷത്തോളമായി VS പൊതുമണ്ഡലത്തിലില്ല. അത്തരമൊരു ആളുകൾക്ക് ഇത്രയേറെ ജനപ്രിയത ഇപ്പോഴുമുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ആശ്ചര്യപ്പെടുത്തുന്നതും അത്ഭുതപ്പെടുത്തുന്നതും വിസ്മയിപ്പിക്കുന്നതുമായ ഘടകം. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകൾ എത്തുമ്പോൾ അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നില്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായാലും ഒരുപാട് ആളുകൾ VSനെ തേടിയെത്തുന്നു. VSനെ അവസാന നോക്ക് കാണാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുണ്ടാകുന്നു. പല ജില്ലകളിൽ നിന്നും ഇപ്പോൾ തന്നെ നമുക്കറിയാം, കോട്ടയത്ത് അടക്കമുള്ള ജില്ലകളിൽ നിന്ന് ഇപ്പോൾ തന്നെ ആളുകൾ ഒരുപാട് എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ ആലപ്പുഴയിലേക്കായിരിക്കും എത്തുക.
നടത്തുക. അതുകൊണ്ട് തന്നെ നേരത്തെ നിശ്ചയിച്ച പ്രകാരം വൈകുന്നേരത്തോടു കൂടി ഈ അന്ത്യകർമ്മങ്ങളിലേക്ക് കടക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാണ്. ഇപ്പോൾ എത്തിയിരിക്കുന്ന ആളുകൾക്ക് മുഴുവൻ VS-നെ ഒരു നോക്ക് കാണാനുള്ള അവസരം ഒരുക്കേണ്ടതുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ തന്നെയായിരിക്കും ഇനി നടത്തുക. അത്തരം നീക്കങ്ങൾ നടക്കേണ്ടതുണ്ട്. ഏതായാലും ഇത് സമയം ഇനിയും അനിശ്ചിതമായി നീളുന്ന ഒരു സ്ഥിതിയാണ്. 4 മണിക്കൂറെങ്കിലും ഇനിയും വേണ്ടിവരും ഇനിയിപ്പോൾ പുന്നപ്രയിലെ വീട്ടിലേക്ക് VS-ന്റെ ഭൗതികദേഹം എത്തിക്കാനുള്ളത് എന്നുള്ളതാണ്. ഏതായാലും സ്ത്രീകളും പുരുഷന്മാരും പ്രായവ്യത്യാസ ഭേദമന്യേ എല്ലാവരും എത്തുന്നു, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും എത്തുന്നു VS-നെ ഒരു നോക്ക് കാണാൻ. വിനീത, VS-ന്റെ ഏറ്റവും വലിയ അണികൾ ആരായിരിക്കും? പാർട്ടിക്കൊടി പിടിച്ചവരെ നമുക്ക് തൽക്കാലം മറക്കാം. രാഷ്ട്രീയ മേൽവിലാസങ്ങൾക്കപ്പുറം ഇന്നാട്ടിലെ സ്ത്രീ സമൂഹം VS-നെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്നതാണ് നമ്മൾ കണ്ടത്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം കൈക്കൊണ്ട അതിശക്തനായ നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. ഡോക്ടർ അരുൺകുമാറുണ്ട്. ഡോക്ടർ അരുൺകുമാർ, നമ്മൾ കാണുകയായിരുന്നു VS-നെ നെഞ്ചോട് ചേർത്തുകൊണ്ട് മണിക്കൂറുകളോളം കാത്തുനിന്ന്. ഇന്നലെ വൈകിട്ട് 6 മണി മുതൽ ഇതാ 12 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. പുലർച്ചെ 6:30 വെളിച്ചം വീണ് തുടങ്ങിയിട്ടേയുള്ളൂ. അപ്പോഴും അവിടെ ഓച്ചിറയിലും കരുനാഗപ്പള്ളിയിലുമൊക്കെ അത്രയധികം വലിയ ജനസഞ്ചയമാണ് നമ്മൾ കാണുന്നത്. ഡോക്ടർ അരുൺകുമാർ, ാണവൻ തോക്കിൻ മുനത്തുമ്പിൽ തോൽക്കാത്തവൻ സകലമാലോ അസ്തമിക്കുന്നില്ല വിനീത. ഈ കൊല്ലം കൊടുക്കുന്ന സ്നേഹത്തിന് മുന്നിൽ നമ്മളും തോറ്റുപോവുകയാണ്. നമ്മുടെയും കണക്കുകൂട്ടലുകൾ തെറ്റുന്നു. പാർട്ടിയെ തിരുത്തി ജനക്കൂട്ടം ഒരിക്കൽ കൂടി VS-നോടൊപ്പം നിൽക്കുന്ന കാഴ്ച നിങ്ങൾ കാണൂ. ഇന്നലെ പാർട്ടി നിശ്ചയിച്ചത് രാത്രി 9 മണിക്ക് ആലപ്പുഴയിലെ വെന്തലത്തറ വീട്ടിലേക്ക് VS എത്തുമെന്നാണ്. പക്ഷേ ഇപ്പോൾ സമയം ഇതാ 16 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. കൊല്ലം ജില്ല പോലും ഇതുവരെ പൂർണ്ണമായും പിന്നിട്ടിട്ടില്ല. ഇനി ആലപ്പുഴയിലേക്ക് കടക്കണം. ആലപ്പുഴയിൽ ഞങ്ങളിപ്പോൾ ഇന്നലെ രാത്രിയിൽ ആലപ്പുഴയിൽ എത്തുമെന്ന് കരുതി ആലപ്പുഴയിലെ വെന്തലത്തറ വീട്ടിലേക്ക് ഞങ്ങളെല്ലാവരും എത്തിയതാണ്. പക്ഷേ വെന്തലത്തറ വീട്ടിലേക്ക് ഇനിയും ദൂരമുണ്ട്. അത്രയും ആളുകൾ വഴിയിൽ കാത്തുനിൽപ്പുണ്ട്. കൊല്ലം ജില്ല പോലും VS-നെ കണ്ട് കൊതി തീർന്നിട്ടില്ല. ഓച്ചിറയിലേക്ക് എത്തുന്നതേയുള്ളൂ. ഓച്ചിറ കഴിഞ്ഞാൽ ഇനി എത്തേണ്ട സ്ഥലങ്ങളുണ്ട്. കായംകുളമുണ്ട്. കായംകുളത്ത് VS-നെ കാത്ത് നിരവധി മനുഷ്യരുണ്ട്. ഇപ്പോൾ ഞാൻ ആലപ്പുഴയിൽ നിന്ന് കായംകുളത്തേക്കുള്ള വഴിയിലാണ്. ഈ വഴിയിലുടനീളം മനുഷ്യരെ കാത്തുനിൽപ്പാണ്. ഈ മനുഷ്യസാഗരം കടന്ന് എപ്പോൾ ആലപ്പുഴ വെന്തലത്തറ വീട്ടിലേക്കും DC ഓഫീസിലേക്കും റിക്രിയേഷൻ ക്ലബിലെ ബീച്ചിലേക്കും ഒടുവിൽ ചുടുകാട്ടിലേക്കും VS എത്തുമെന്ന് പറയാറായിട്ടില്ല. സമയം 16 മണിക്കൂർ പിന്നിടുകയാണ്. ഇങ്ങനൊരു യാത്ര അസാധാരണമാണ്. കേരളം കണ്ടിട്ടില്ലാത്ത വിധം അസാധാരണവും അത്യപൂർവവുമായൊരു യാത്രയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. ഈ വിപ്ലവ സൂര്യന് അസ്തമയമില്ലെന്ന് പറയുന്നത് പോലെ മറ്റൊരു സൂര്യോദയം കൂടി നമ്മൾ കാണുന്നു. അസ്തമിക്കാതെ തന്നെ ഒരു സൂര്യൻ ഉദിക്കുന്നു. ഒരിക്കൽ ഒരു വിപ്ലവ സൂര്യൻ അസ്തമിച്ചു പോകുമെന്ന് കരുതിയവർക്ക് തെറ്റുന്നു. ഈ രാത്രിയിലെ കാത്തുനിന്ന ജനക്കൂട്ടം, കൊല്ലത്ത് നിന്ന് കടലിരമ്പം പോലെ പലയിടങ്ങളിൽ നിന്ന് വന്ന മനുഷ്യര് ഒരുമിച്ച് VS-നെ കണ്ണേ കരളെ എന്ന് വിളിക്കുന്നത് കണ്ടു. അവരിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടത് വനിതകളെയാണ്. കുഞ്ഞുങ്ങളുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന ഒരു വലിയ ജനാവലി കൊല്ലത്ത് കാത്തുനിന്നു.